ബോളിവുഡിലെ പ്രമുഖനാണെങ്കിലും നടൻ വിവേക് ഒബ്രോയി മലയാളികൾക്ക് ലൂസിഫറിലെ ബോബിയാണ്. കമ്പനി എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തിയ വിവേക് കഴിഞ്ഞ ആഴ്ച പുതിയൊരു റോൾ റോയ്സ് കാർ വാങ്ങിയതിന്റെ പേരിലാണ് വാർത്തകളിൽ ഇടം നേടിയത്. ഏകദേശം 12 കോടി രൂപ വിലയുള്ള ലോകത്തിലെ ഏറ്റവും ചെലവേറിയ കാറുകളിൽ ഒന്നാണിത്. ബോളിവുഡിലെ പലരും റോൾസ് റോയ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിലും വിവേകിന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത്ര കാര്യമായ സിനിമകളൊന്നുമില്ലെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് നടനുള്ളത്. പുതിയ കാർ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന റിപ്പോർട്ടുകളിലാണ് നടന്റെ സ്വത്ത് വിവരത്തെക്കുറിച്ചുള്ള കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. കമ്പനി എന്ന ചിത്രത്തിലൂടെ 2002 വിവേക് ഒബ്രോയി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീടുള്ള നടന്റെ സിനിമാ ജീവിതം താരതമ്യപ്പെടുത്തി നോക്കിയാൽ അത്ര വിജയകരമായിരുന്നില്ല. പിന്നെ എങ്ങനെ ഇതുപോലെ കോടികൾ മുടക്കി വാഹനം വാങ്ങിക്കാൻ സാധിക്കുന്നു എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നത്. എന്നാൽ കഴിഞ്ഞ 2 ദശകങ്ങളായി മിക്ക ഇന്ത്യൻ സംരംഭകരെയും അസൂയപ്പെടുത്തുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നടന് സാധിച്ചിരുന്നു. കരിയറിന്റെ തുടക്കത്തിൽ ബോളിവുഡിനെ ഭരിക്കുമെന്ന് എല്ലാവരും കരുതിയ നടനായിരുന്നു വിവേക് ഒബ്രോയി. പിന്നീട് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രൊഫഷണൽ ലൈഫിനെ ബാധിച്ചു. നടി ഐശ്വര്യ റായിയുമായി ഉണ്ടായിരുന്ന പ്രണയം സൽമാൻ ഖാനുമായുള്ള വഴക്കിലേക്ക് എത്തിച്ചു. കാലക്രമേണ വിവേകിന്റെ സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയമായി തുടങ്ങി. സൽമാൻ ഖാനെ പോലൊരു സൂപ്പർ സ്റ്റാറിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ വിവേകിനെ ഇൻഡസ്ട്രിയിൽ നിന്ന് ബഹിഷ്കരിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ പിന്നീട് മലയാളം അടക്കം തെന്നിന്ത്യൻ ഭാഷകളിൽ വിവേക് തരംഗം സൃഷ്ടിച്ചു. സിനിമയ്ക്ക് പുറമെ വെബ് സീരീസുകളിലും നടൻ അഭിനയിച്ചു. സിനിമയിൽ വിജയിച്ചില്ലെങ്കിലും വിവേക് ഒബ്രോയി ഇന്ത്യയിലെ ഏറ്റവും ധനികനായ അഭിനേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആസ്തി 1200 കോടി രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ 15 അഭിനേതാക്കളിൽ ഒരാൾ വിവേകാണ്. രൺബീർ കപൂർ 350 കോടി, അല്ലു അർജുൻ 340 കോടി, പ്രഭാസ് 250 കോടി, രജനീകാന്ത് 400 കോടി തുടങ്ങിയ സൂപ്പർ താരങ്ങളെക്കാൾ ഇരട്ടിയിലധികം കൂടുതലാണ് വിവേകിന്റെ ആസ്തി. സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലത്ത് തന്നെ അദ്ദേഹം ബിസിനസ്സുകളിൽ നിക്ഷേപം നടത്താൻ തുടങ്ങിയിരുന്നു. കർമ്മ ഇൻഫ്രാസ്ട്രക്ചർ എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനി, മെഗാ എന്റർടൈൻമെന്റ് എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനി എന്നിവയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും വരുന്നത്. അതുപോലെ റാംസൽ ഖൈമയിലെ അൽ മർജർ ദ്വീപിലെ 2300 കോടി രൂപയുടെ പദ്ധതിയായ അക്വ ആർക്കിന്റെ സ്ഥാപകനും സ്വർണിം സർവകലാശാലയുടെ സഹസ്ഥാപകനുമാണ് വിവേക്. കൂടാതെ നിരവധി സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപങ്ങൾ കൂടിയുണ്ട് അദ്ദേഹത്തിന്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വിവേകിന് വലിയൊരു ആസ്തി കെട്ടിപ്പടുക്കാൻ സാധിച്ചു. അഭിനയം തുടരാൻ തന്റെ ബിസിനസ്സാണ് തന്നെ സഹായിച്ചതെന്ന് മുൻപ് നടൻ പറഞ്ഞിരുന്നു.